ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പെരുന്നാൾ വ്ളോഗാണ്. കഴിഞ്ഞ നോമ്പ് പെരുന്നാളിൻ്റെ മിനി വ്ളോഗിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനി വരുന്ന പെരുന്നാൾ എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കണം. സോ അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ്. എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, ബിക്കോസ് എനിക്കതിന് വലിയ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതൊക്കെ കാണിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈദ് വ്ളോഗാണല്ലോ. അപ്പോൾ പിന്നെ ഈദ് ഷോപ്പിംഗ് തൊട്ടേ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ തവണ ഓൺലൈനിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് അത് വരാത്തതിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഇത്തവണ 2 ആഴ്ച മുന്നേ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും ഈ പോയ ഷോപ്പിങ്ങിൽ എനിക്ക് ഡ്രസ്സ് കിട്ടിക്കാണുന്നു. ഇല്ല, കിട്ടിയിട്ടില്ല. എനിക്ക് അവിടെയുള്ള ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു മറിച്ച് നോക്കി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ആൻഡ് കുറച്ചൊക്കെ മഴ കൊണ്ട് അങ്ങനെ നമ്മൾ ഈ റോസ് കടയിൽ കയറി. ആൻഡ് അവിടെ പോയാൽ പിന്നെ റോസ് മേടിക്കണമെന്നാണല്ലോ, അങ്ങനെ നമ്മൾ റോസ് മേടിച്ചു. അപ്പോൾ ദേ പിന്നെയും മഴ, ഭയങ്കര മഴ. അങ്ങനെ കുറച്ചധികം സമയം നമ്മളവിടെ പോസ്റ്റായെങ്കിലും പിന്നീട് ഞങ്ങൾ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ട്. അവിടെ നിന്ന് കാര്യമായിട്ട് മേടിച്ചത് ഈ ഒരു ഗാർലിക് പിക്കിളായിരുന്നു. ആൻഡ് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ച് അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായി. പിന്നെ അവനിൽ പോയിട്ട് ഒരു പാസ്തയും അതുപോലെ ചീസ് കേക്കും അങ്ങ് കഴിച്ചു. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നീട് ഞാൻ ഈ പറയുന്ന ഡ്രസ്സ് എടുത്തത് പെരുന്നാളിൻ്റെ തലേദിവസം തന്നെയാണ്. നാട്ടിൽ വന്നതിന് ശേഷമാണ് എടുത്തത്. പെരുന്നാളിൻ്റെ തലേദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം തലേദിവസം എന്തൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ മൈലാഞ്ചി ഇല്ലാതെ എന്ത് പെരുന്നാൾ. അപ്പോൾ പിന്നെ മൈലാഞ്ചി ഊരി അരച്ച് അതങ്ങ് സെറ്റാക്കി വെച്ചു. എന്നിട്ട് രാത്രി ഇട്ടു. അപ്പോൾ തലേദിവസം ഞാൻ ഓൾറെഡി ഒരു തവണ ഇട്ടായിരുന്നു. അപ്പോൾ അതധികം അങ്ങോട്ട് ചോപ്പിന്നിട്ടില്ലായിരുന്നു. സോ പിറ്റേ ദിവസം അതുപോലെ അരച്ചു. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ കളർ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കളർ ഞാൻ എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും ഉമ്മ നല്ല ഉണ്ണിയപ്പം പൊരിക്കുന്നുണ്ടായിരുന്നു. കുയ്യപ്പം, ഉണ്ണിയപ്പം എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാൻ പോയി. അതായത് ഞാൻ ഒരുങ്ങാൻ തുടങ്ങി. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാനുള്ളത്, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര പ്രൊഫഷണലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ലേ. എനിക്കിഷ്ടപ്പെട്ടതുപോലെ എനിക്കറിയാവുന്നതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ എൻ്റെ അടുത്ത് ഇത് ചെയ്യാനുള്ള ടൂൾസ് പോലും ഇല്ല. എന്തിനു പറയുന്നു, ഇത് ബ്ലെൻഡ് ചെയ്യാനുള്ള ബ്ലെൻഡർ പോലും എൻ്റെ മിസ്സിംഗ് ആണ് സുഹൃത്തുക്കളെ. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഈ പെരുന്നാളിന് എനിക്ക് പള്ളി പോകാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് റെഡി ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം റെഡിയായി പള്ളി പോയി വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആദ്യം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സംസാരിക്കണോ അതോ അതിന് ശേഷം ഞാൻ സംസാരിക്കണം. അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളായിരുന്നു. കാക്ക, പൂച്ച, കോഴി, ആട് എന്തെന്നില്ലാത്ത എല്ലാത്തിൻ്റെ സൗണ്ടും ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എനിക്കതൊരു അത്ഭുതമായിട്ട് പറയാനില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്കും അത് കുറച്ചൊരു ഹെവിയായി. ഇൻ ദ സെൻസ് ഞാൻ ഐ മേക്കപ്പിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. ബിക്കോസ് ഞാൻ സാധാരണ ഐലൈനർ മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കെന്തോ അവസാനം റെഡി ആയപ്പം താഴെയും കൂടെ എഴുതാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എഴുതി വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എഴുതേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അങ്ങനെ പിന്നെ ഉച്ചവരെ ഈ ഒരു ലുക്കിൽ നടന്നുള്ളൂ. അതിനുശേഷം ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞായിരുന്നു. ആദ്യം ഞാനൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. പിന്നെ ഞാൻ ഫൗണ്ടേഷനും കൺസിലറും ഒന്നുമല്ല ഇട്ടു, ഒരു BB ക്രീമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക് ഇട്ടു, ബ്ലഷ് ഇട്ടു, ഐ ഷാഡോ ഇട്ടു, ഐലൈനർ ഇട്ടു, മസ്കാര ഇട്ടു, പിന്നെ ആൻഡ് ലാസ്റ്റ്ലി കാജൽ ഇട്ടു. ഇത്രയും പ്രൊഡക്ട്സ് വെച്ച് ഞാൻ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. സോ ആരും പേടിക്കണ്ട. ക്യാമറക്കകത്ത് അത്യാവശ്യം കുറച്ച് വെളിച്ചം വരുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൈറ്റായിട്ട് കാണുന്നത്. അത്രയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് കുറക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ മൂഡില്ലാത്തൊരു ദിവസമാണ്, അല്ലെങ്കിൽ മൂഡില്ലാത്തൊരു പെരുന്നാളാണെന്നുണ്ടെങ്കിൽ ആ പെരുന്നാളിന് ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നും വീഡിയോ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇനി എങ്ങാനും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നാൽ അന്ന് എനിക്കൊരു കണ്ടൻറ്റും കിട്ടാറില്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അതങ്ങനെയാണ്. ഈ വന്നിടത്തോളം ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തൊരു കണ്ടൻറ്റ് ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പിന്നീട് അതാലോചിച്ച് റിഗ്രറ്റ് അടിക്കും. എനിക്ക് എടുക്കാമായിരുന്നു. അതുപോലുള്ളൊരു ദിവസം ഇതാകരുത് എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാനിത് വ്ളോഗ് എടുത്തത്. അപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള കണ്ടൻസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ആൻഡ് ഇന്ന് എന്താണോ ഉണ്ടായത് അതുപോലെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വ്ളോഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാനൊരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കസിൻസൊക്കെ വീട്ടിലോട്ട് വന്നത്. പിന്നെ നമ്മൾ മധുരം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷസും കഥയൊക്കെ പറഞ്ഞിരുന്നു.
റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി വന്നപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ആൻഡ് കഴിക്കുന്ന കാര്യങ്ങളുടെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം സേമിയ പായസം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കുടിച്ചു. ഇതാണ് എൻ്റെ കസിൻ തുമ്പി എന്നാണ് ആളിനെ വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ ഈ പായസത്തിന് ഇട്ടിട്ടുള്ള പേര് വരപ്പായസം എന്നാണ്. ബിക്കോസ് ഈ സേമിയ കാണാൻ വര പോലെ ഉണ്ടെന്നാണ് കുട്ടി പറയുന്നത്. സാധാരണ വൈകിട്ട് നമ്മളൊരു ഫിലിമിനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ പോകാറുണ്ടായിരുന്നു പെരുന്നാളിന്. പക്ഷെ ഇത്തവണ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കി റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. രാത്രിയായാൽ പിന്നെ പറയണ്ടല്ലോ, ഫയർ വർക്ക്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ. കാരണം വിയാന് ഭയങ്കര ഇഷ്ടമാണ് ഈ പടക്കം, ലൈറ്റ്സ് സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് എല്ലാ പെരുന്നാളിനും മസ്റ്റായിരിക്കും. അതുപോലെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും മുതിർന്ന ആളുടെ ഒരു ഐഡിയ ആയിരുന്നു ഈ പേപ്പറിൽ എല്ലാ പടക്കം കൂടെ ഇട്ടിട്ട് പൊട്ടിക്കുക എന്നുള്ളത്. അങ്ങനെ അവളുടെ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും അങ്ങ് സാധിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പെരുന്നാൾ വ്ളോഗ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരായിരിക്കും. ബൈ.